ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട്. നിങ്ങൾ ഈ 4ാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? പരസ്യമല്ലാതെ. ഇപ്പോഴേ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ. അതല്ലാതെ പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൈക്കൂലിയായിട്ടാണ്. അത് പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ. അല്ലാതെ, പരസ്യമായിട്ടല്ലാതെ, പരസ്യത്തിലല്ലാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റല്ല. അല്ല, അത് പറയട്ടെ, അത് പറയട്ടെ. അതേത് മാധ്യമമാണ്? അത് പറയട്ടെ, പറയട്ടെ. മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇത് സർക്കാരിന്റെ പൈസ എടുത്തല്ലേ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കലല്ലേ? അല്ല, നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയട്ടെ. നമ്മൾ പരസ്യം വായിക്കാറുണ്ട്. പരസ്യം അല്ല, പരസ്യം വായിക്കുന്നത് തെറ്റില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. പരസ്യം വായിക്കാതെ കാശ് കൊടുക്കാൻ അന്വേഷിക്കുന്നു. തെളിവുണ്ടോ? അല്ല, ഞാൻ മുഖ്യമന്ത്രി പറയട്ടെ, അപ്പോൾ ഞാൻ തെളിവ് ഹാജരാണ്. അല്ല, മറ്റു അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ രസത്തിന് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങളെങ്ങനെ അഴിമതി ആരോപണം ഉന്നയിച്ചതുപോലെ ദേശത്തിന് പറയുന്നത്? ഏത് അഴിമതി ആരോപണം തെളിയിക്കാൻ എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെടും. ഒരെണ്ണം പറയൂ. എല്ലാ ആരോപണങ്ങളും ഒരെണ്ണം പറയൂ. മാധ്യമ സ്ഥാപനങ്ങൾക്ക് പൊതുവെ നാണക്കേടല്ലേ ഇങ്ങനെ പറയുന്നത്? മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, കൃത്യമാണ് ചോദ്യം. ചോദ്യം കൃത്യമാണ്. അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി. ഞാൻ ബാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേട്ടോ. മാധ്യമപ്രവർത്തകരെയും പ്രതി ചേർത്ത് സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹം തുനിഞ്ഞു. പരസ്യമല്ലാതെ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞ വി ഡി സതീശനെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തു. ഇതോടെ തെളിവുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രി പറയട്ടെ എന്നായി. അപ്പോൾ ഇതും മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ പോലെ തന്നെയല്ലേ എന്നായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഉന്നയിച്ചതൊക്കെ തെളിയിച്ചെന്ന് പറഞ്ഞെങ്കിലും ഏശിയില്ല. കാരണം ആരോപണങ്ങൾ ഒന്നുപോലും പ്രതിപക്ഷത്തിന് തെളിയിക്കാനായിട്ടില്ല.